ഹായ് ഗായ്സ്. ഇപ്പോൾ നമ്മളുള്ളത് എവിടെയാണ്? പാലക്കാട് കോങ്ങാട്ടിലെ അയ്യർമലയിലാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആരും സമയം ഏകദേശം എത്രയായി കാണും? ഒരു 12:45. 12:45. അപ്പോൾ ഈ ടൈമിലാണ് നമ്മൾ അയ്യർമലയിലോട്ട് ഒരു ട്രെക്കിങ്ങിന് പോകുന്നത്. എന്താവുമെന്ന് നമുക്ക് നോക്കാം. മഴക്കാലമാണ്, പക്ഷേ നല്ല വെയിലാണ്. മൊത്തം വെയിലാണ്. ഞങ്ങൾ 2 റെയിൻകോട്ടൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്, പക്ഷെ മഴ പെയ്യൂല. റെയിൻകോട്ട് കയ്യിലില്ലേ? ഉണ്ട്, ബാഗിലും. ഓക്കെ, അപ്പോൾ നോക്കാം. ഇവിടെ ആരുമില്ല, വിജനമായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ സ്കൂട്ടിയിൽ തന്നെ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വണ്ടി നിർത്താൻ ചെറിയൊരു പേടി, ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ. അപ്പോൾ ഞങ്ങളിവിടെ അടുത്തുള്ളൊരു വീട്ടിൽ ചോദിച്ചപ്പോൾ അവർ പുറത്ത് വെച്ചോളം പറഞ്ഞു. അവർ അകത്ത് കയറ്റാൻ സമ്മതിച്ചില്ല ഗൈസ്. അതെ, അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്തിട്ട് പുറത്ത് നിർത്തിയിരിക്കുകയാണ്. ഇനി പോയി കഴിഞ്ഞാൽ നമ്മൾ അവരെ പറയും. അവർ പറയും ആര് നിർത്താൻ. ഞങ്ങൾ പോകാൻ സ്പോട്ട് എൻട്രി എങ്ങനെയാണ് കേട്ടോ? പറയാൻ മാത്രമുള്ള എൻട്രി ഒന്നുമില്ല, നടക്കല്ലേ. ജസ്റ്റ് ഒന്ന് നടക്കാം. ആരുമില്ല, അമ്മേ നോക്കാം. സ്ഥലം അയ്യർമലയിൽ ചെറുതായിട്ട് സ്ഥലം വാങ്ങിച്ചേനെ അല്ല, ജസ്റ്റ് സൈലൻ്റായ കുറേ പക്ഷികളുടെ, കുറേ ജീവികളുടെയൊക്കെ സൗണ്ട് നമുക്ക് കേൾക്കാം. മണ്ണിൻ്റെ മണം ആസ്വദിക്കാം. അതെ, ഞങ്ങൾ പറമ്പിക്കുളം പോയ സമയത്ത് രാവിലെ ട്രെക്കിംഗ് ഉണ്ടായിരുന്നു. വളരെ സൈലൻ്റായി നടന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള ബേർഡ്സിൻ്റെ സൗണ്ട്സ് അല്ലേ, അത് നല്ലൊരു അനുഭവമായിരുന്നു. ആ വീഡിയോ കയ്യിലുണ്ടോ? നോക്കണം. ഒരു പെൻഡ്രൈവ് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ പോയി. വാവ്, നോക്കണ്ട് സ്റ്റെപ്പ്. യെസ്, പോകുന്നത് സുഹാനയാണ്. ആദ്യം നടന്ന് നോക്കി എല്ലാം സേഫാണെന്ന് ഉറപ്പാക്കിയ ശേഷം ഞാൻ പോവുള്ളൂ. പക്ഷെ ഞങ്ങൾ പെപ്പർ സ്പ്രേ ഒക്കെ എടുക്കാൻ മറന്നുപോയി. അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീടാണോ? അത് അമ്പലം തോന്നുന്നു. അമ്പലമാണോ? ആ, അമ്പലത്തിൽ പോണോ? പോവാം. ആള് കുളിച്ചില്ല എന്ന് പറയാനാണ് വന്നത്. ഇല്ല, അമ്പലം ഈ സമയത്ത് തുറക്കില്ല, നമുക്ക് പോകണ്ട. വെറുതെ ഒന്ന് കണ്ടിട്ട് വരാം, അത്ര തന്നെ. അമ്പലത്തിൽ പോണോ? അപ്പം പറഞ്ഞു വന്നത്, ഞങ്ങൾ വരുന്ന സമയത്ത് വെള്ളം എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബോട്ടിലൊക്കെ നിറയ്ക്കാൻ കുറേ സമയം എടുക്കും, ഒക്കെ കഷ്ടപ്പാടല്ലേ പറഞ്ഞിട്ട്. ബോട്ടിലുള്ളത് റൂമിൽ മുകളിലാണ്. അപ്പോൾ കയറാൻ മടിച്ചിട്ട് പുറത്തുനിന്ന് നമുക്കൊരു ബോട്ടിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. 20 രൂപയല്ലേ ഉള്ളൂ മിനറൽ വാട്ടർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ വരുന്ന വഴിക്ക് മുച്ചിരി വഴി വരുന്ന സമയത്ത് ആ തേനൂർ കാടൊക്കെ ഇല്ലേ, ആ കാട്ടിനകത്തൊരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ വരുമ്പോൾ കാരവാനും പ്രൊഡക്ഷൻ ടീമിൻ്റെ വണ്ടിയൊക്കെ കണ്ടിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിക്കണ സ്ഥലമൊക്കെ കണ്ടിരുന്നു. ആസിഫ് അലിയുടെ അനിയൻ ആണ് ഹീറോ. പക്ഷെ ആള് വന്നിട്ടില്ല അത്രേ. ഇത് എന്തോ വൈഡ് ആംഗിൾ ഷോട്ട്സ് ഒക്കെ എടുക്കാൻ വന്നതാണ്. പിന്നെ എന്തോ വൈക്കത്താണ് ബാക്കി ഷൂട്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ആ ചേട്ടൻ പറഞ്ഞു. അവിടെ ഇരുന്നോണ്ട് ചേട്ടൻ അപ്പുറത്തിരുന്ന് വായും പിടിച്ചിരിക്കണേ. അപ്പം ഞങ്ങൾ ആ ഒരു നോ അപ്പോൾ ഞങ്ങൾ വെള്ളം വാങ്ങണം വിചാരിച്ചു. ഞങ്ങൾ വെള്ളം വാങ്ങണം വിചാരിച്ചു, പക്ഷെ വെള്ളം വാങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ കാര്യം നോക്കിയിട്ട് എൻ്റെ അനിയൻ്റെ അടുത്തൊക്കെ വിളിച്ചു പറയായിരുന്നു. ആർക്ക്? സിംഗിൾ പ്രസംഗ്. അമ്മയെ കൊതുക്. പറയട്ടെ, കൊതുക് കടിച്ചത്. നമുക്ക് ആദ്യം അങ്ങോട്ട് തിരിച്ചു കാണിച്ചു. വരൂ, എൻ്റെ കൂടെ കറങ്ങൂ. ഇപ്പൊ വീണേനെ 96 ഡിഗ്രിയിലൊരു വീഴ്ച. 90 ആണെങ്കിലും 90 വേറെ. ഞാൻ 96 എന്നാ പറഞ്ഞത്. ഇത് അതിലിടരുത്. ഇംഗ്ലീഷ് 96 അല്ലേ ഞാൻ പറഞ്ഞത്. 96 മൂവിയാണ്. 96 ഡിഗ്രി ഒന്നും നമ്മൾ പറയാറില്ല കോമൺ ഡിഗ്രിയിൽ. നമ്മൾ 90 ഡിഗ്രി, 45 ഡിഗ്രി, 180. ഇതിട്ടുണ്ടെങ്കിൽ ഞാൻ നീ ലൊക്കേഷൻ ഇട്. അയ്യർ രണ്ടും ഒന്ന് തന്നെയല്ലേ? കാടിൻ്റെ ഭീകരത. ഇത് ഇരട്ടത്താണെങ്കിൽ അടിപൊളിയായതിന്. ഇതാ പനയൊക്കെ ഉണ്ട്. അപ്പം
ഇവിടെ പ്രേതത്തിൻ്റെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു ക്രീപ്പി ഫീലിംഗ് വരുന്നു, എന്താ അറിയാം. മൈ ഗോഡ്, ഇന്ന് തമിഴ്നാട്ടിലേക്ക് നടക്കുന്നുണ്ട്. നീ അച്ചുവിൻ്റെ ഒരു ഫിലിം കണ്ടിട്ടുണ്ടാവും, ഒരു 3 മിനിറ്റ്സിൻ്റെ. ലൊക്കേഷൻ കറക്റ്റ് മൂവിക്ക് പറ്റുന്ന പോലെയാണ് അല്ലേ, ഒരു ദുരൂഹത സീൻസൊക്കെ എടുക്കാൻ പറ്റുന്ന പോലെ. നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്താലും. നമ്മളിപ്പോൾ ഒരു ഡെഡ് എൻഡിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ അധികം വീടുകളൊന്നും കാണാനില്ല. ഒരു ക്രീപ്പി ഫീലിംഗ് ആണ് വരുന്നത്. ഒരു ഒറ്റ ലൈനാണുള്ളത്, ഒരു നാരോ ഒരു വേ ആണ്. അവിടെ ഒരു വണ്ടി ഉണ്ട്, പക്ഷേ നമുക്കൊരു ഇത് എന്താ അറിയില്ല, പിന്നെ ഒരു കംഫർട്ടബിൾ ഫീൽ വരുന്നു. ഒരു വീടൊക്കെ ഉണ്ട്. ഞാൻ അപ്പളേ പറഞ്ഞില്ലേ, കയറുമ്പോഴേ പറഞ്ഞില്ലേ വീട്, അതാ വീട് ഇവിടെ. പക്ഷെ ആരും ഇല്ല, വീടൊക്കെ പൂട്ടി കിടക്കുക. നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് നോക്കി നോക്കാം. കുറച്ചുകൂടി എന്നിട്ട് നോക്കിയിട്ട് അങ്ങനെ പിന്മാറാൻ പറ്റും. പക്ഷെ ഇവിടെ ആരോടെങ്കിലും ചോദിക്കാനാണെങ്കിൽ പറ്റില്ല. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇടുമ്പോൾ നെറ്റും കിട്ടുന്നില്ല, റേഞ്ചും ഇല്ല. ഇത് കണ്ടില്ലേ, നമുക്കൊരു ലൊക്കേഷനും അയക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഡ്രസ്സസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട് ഇവർ. അപ്പോൾ അവിടെ ആൾ താമസമൊക്കെ ഉണ്ട്, പക്ഷേ അവർ കാണാനില്ല. ചിലപ്പോൾ ജോലിക്ക് വല്ലതും പോയി. സൺഡേ അല്ലേ ഇന്ന്, അപ്പോൾ ആരും പോയി. അടിപൊളി, ഇനി വിടൂലെന്ന്. അതെ അതെ അതെ, കാരണം നമ്മുടെ കയ്യിൽ വേറൊരു ആയുധങ്ങളും എടുത്തിട്ടില്ല, പെപ്പർ സ്പ്രേയോ അങ്ങനെ ഒരു സംഭവം നമുക്ക് ധൈര്യത്തിന് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ ആലോചിച്ചു, യൂട്യൂബിൽ ലൈവ് ഇട്ടിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന്. നമ്മൾ പോവുകയാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. പക്ഷേ ലൈവ് ഇടാനുള്ള നെറ്റ് പോലും ഇല്ല. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ബൈക്കുണ്ട്, ഒറ്റ ലൈനാണ്. നമുക്ക് ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റില്ല, വണ്ടി ഒന്നും വരാൻ പറ്റില്ല. പിന്നെ ആ വണ്ടി എങ്ങനെയാണ്, നമ്മളൊരു 2 കിലോമീറ്റർ നടന്നുണ്ടാവില്ലേ വണ്ടി നിർത്തിയ ശേഷം? എനിക്ക് തോന്നുന്നു നമ്മൾ നടന്ന റൂട്ട് തെറ്റിയിട്ടുണ്ട്. അതാ ഇത് സംഭവം. മരമൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്, പക്ഷെ ഇത് ഒരു ഡെഡ് എൻഡ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇത് പൊളിച്ച് മാറ്റാനോ അല്ലെങ്കിൽ ഇത് മുറിച്ച് മാറ്റാനുള്ള ടൂൾസൊന്നും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മളിവിടെ ട്രെക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ഗൈസ്. തിരിച്ചു നടക്കാം, വേറെ വഴി ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. വരൂ കൂട്ടുകാരെ, ഒന്നിച്ച് നമുക്ക് പോവാം. ബാക്കി തിരിഞ്ഞ് നടന്ന് തലയടിച്ച് വീണ് കഴിഞ്ഞാൽ എനിക്ക് നിന്നെ തൂക്കിയെടുത്ത് പോകാനുള്ള ആരോഗ്യം പോലും ഇല്ല. ഓക്കെ ഓക്കെ, സ്റ്റോപ്പ് ചെയ്യട്ടെ. ഫുള്ള് കൊതുവാണ്. അപ്പം നിങ്ങൾ കൊതുകിനെ കൊല്ലാനുള്ള ബാറ്റ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളൊക്കെ ബാഗിൽ വെച്ചിട്ട് വേണം വരാൻ. ഞങ്ങളുടെ കയ്യിൽ ആകെ ഉള്ളത് റെയിൻകോട്ടാണ്, മഴ നനയാതിരിക്കാൻ. നിങ്ങൾ കാണുന്നുണ്ടോ സൂര്യനെ? ആ കാണുന്നതാണ് സൂര്യൻ. അതെങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്ത് ഡെഡ് ബോഡിയും വെയിൽ കാരണം. ഓക്കെ, ഇവിടെ കുറച്ച് സംതിങ് ക്രീപ്പി ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന പോലെ, അല്ലെങ്കിൽ വല്ല ഗോസ്റ്റ് ഫിലിംസിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ കൂടെ വേരൊക്കെ വന്നിട്ട് ഇങ്ങനെ കാലിലേയും പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടിട്ട് ഒരു സ്ഥലത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ സുഹാൻ എന്ത് ചെയ്യും? പറയൂ സുഖം. എൻ്റെ അമ്മയോട് നീ എന്ത് പറയും? ആതിരെ കാണാനില്ല പറയും. അമ്മയോട് ഞാൻ നീ മിസ്സായി പറയും. എന്തൊരു കണ്ണിച്ചോരില്ലാത്ത പോലെ പറയുന്നത്, നീ തരിയില്ല എനിക്ക് വേണ്ടിയിട്ട്. വല്ല മനുഷ്യന്മാരാണ് നിന്നെ കൊണ്ടുപോയതെങ്കിൽ ഞാൻ അടയാളം വെച്ച് ഫിഗർ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കും. ഇത് വേറെ ആയ സ്ഥിതിക്ക് ഞാൻ എന്ത് പറയും? ഏത് തരത്തിലുള്ള വേര്, എങ്ങനെയുള്ള വേര്, അതൊക്കെ പറഞ്ഞു കൊടുക്കാം. ആകെ ചോരയാണ് ഇവിടെ മൊത്തം. ആക്ച്വലി നമ്മൾ വഴി തെറ്റിയെന്നാണ് തോന്നുന്നത്. നമ്മൾ വഴി തെറ്റിയെന്നാണ് തോന്നുന്നത്, കാരണം അവിടെ ഒരു ഡെഡ് എൻഡ് പോലെയാണ് ഫീൽ ചെയ്ത്. പിന്നെന്തായിരുന്നു, നമ്മൾ വഴി ചോദിച്ച ആൾ പറഞ്ഞു വേറൊരു വഴിയും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അത് കുറച്ചുകൂടി സേഫ് ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് കുറച്ച് റിസ്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ റിസ്ക്കിയുള്ള വഴിയായിട്ട് വന്നു. അവസാനം നമ്മൾ പറഞ്ഞു ഞാൻ നല്ല പ്രോ ഡ്രൈവറാണ്, എനിക്ക് റിസ്ക്കുള്ള വഴിയൊക്കെയാണ് ഇഷ്ടം. കുറച്ച് കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവും പറഞ്ഞു. ഓക്കെ, ഈസി ആയിട്ട് എടുത്തു. കുറച്ച് അടുത്താണ് പറഞ്ഞു, ഏറ്റവും അടുത്താണ് അത് പറഞ്ഞു. അപ്പോൾ നമ്മൾ ശരി ഓക്കെ, നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ നമ്മൾ റിസ്കി അഡ്വഞ്ചർ ടൈപ്പ് സംഭവം നമ്മൾ ചൂസ് ചെയ്തു. പക്ഷെ അത് ഒരു ഫ്ലോപ്പ് പ്ലാൻ ആയിരുന്നു, ഇപ്പം മനസ്സിലായി. നമ്മൾ വന്ന റൂട്ട് പക്ഷേ ഇവിടുന്നോ മിസ്സായിട്ടുണ്ട് സംഭവം. നെറ്റ് കിട്ടണില്ല, അതാണ് ഏറ്റവും വലിയ പെടൽ. അപ്പോൾ നമ്മൾ ഇനി മുതൽ എവിടേക്കെങ്കിലും ഇതുപോലെ ട്രെക്കിംഗ് ഒക്കെ പോകുമ്പം അറ്റ്ലീസ്റ്റ് വിവരമുള്ള ആരെങ്കിലും കൊണ്ടുപോകണം. അങ്ങനെ പറയരുത്. അതല്ലെങ്കിൽ
നെറ്റിൽ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ആവശ്യമുള്ളൂ. ഗൂഗിൾ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോകണം. അതല്ലെങ്കിൽ നമ്മൾ ഡോറ ബുച്ചിത്തെ പോലെ മാപ്പ് വരച്ചിട്ടെങ്കിലും കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമ്മൾ പണി പാളും ഗൈസ്. ഇതിപ്പോൾ ഏതോ ഒരു വഴിയെത്തി. വഴി അറിയാത്ത വഴികളൊന്നും മനസ്സിൽ നിൽക്കാത്ത ഞാനും ധൈര്യമുള്ള സുഹാനും. നല്ല കോമ്പിനേഷനാണ്. അലുവയും മത്തികൾ. അലുവ ഞാൻ അജേ പേടി പറഞ്ഞതേ വെച്ച് ധൈര്യം പറഞ്ഞതേ ഉള്ളൂ. പേടിച്ച് ഞാൻ ഇതിലൊന്നും പഠിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ പാമ്പ് എനിക്ക് ഇങ്ങനത്തെ ശബ്ദത്തിലല്ല എനിക്ക്, പക്ഷേ എനിക്ക് എന്തോ ഒരു നിഗൂഢതയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. എനിക്ക് ഒരു നിഗൂഢതയും ഫീൽ ചെയ്യുന്നില്ല. ഈ മൂവീസിലൊക്കെ കാണുന്ന പോലെ നമ്മളിങ്ങനെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തിൽ പെട്ടുപോവുക, അവിടെ നെറ്റ്വർക്ക് ഒന്നും കിട്ടാതിരിക്കുക, ഒരു ഗോസ്റ്റ് ഫിലിം. അടുത്തൊരു ഷോർട്ട് ഫിലിം കണ്ടു. എന്താ അതിന് പേരെന്താ? ഏത് ആ ഷോർട്ട് ഫിലിമിൻ്റെ? അച്ചുണ്ട്. എന്നിട്ട് എനിക്ക് അയച്ചു തന്നിട്ട്. അച്ചുൻ്റെ അല്ല, പിന്നെ ഏതാ? ഒരു കാട്ടിൻ്റെ ഉള്ളിൽ പോയി പെടും. ദെൻ ആ കാട്ടിൻ്റെ ഉള്ളിൽ പെട്ട പോലീസുകാർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ അയച്ചത് ഞാനല്ലോ ഓർമ്മ. എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ റീല് കണ്ടതായിരിക്കും. എത്രയും പെട്ടെന്ന് നമ്മൾ പുറത്ത് കിടക്കണം. കുറച്ചുകൂടി നടക്കാനുണ്ട്. ഒരു സ്പീഡ് കൂടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടി കാര്യം കുറച്ച്. അതെ, എൻ്റെ ഫ്രണ്ട് വെയിലത്ത് വളരെ സ്ലോ ആയിരിക്കും. വെയിലത്ത് നമുക്ക് എനർജി ഉണ്ട്. സ്പീഡ് കൂട്ടും. ഉള്ള ടാന് മുഴുവൻ എന്നെ കൊള്ളിപ്പിക്കും. കുഴപ്പമില്ലടി. അഡ്വഞ്ചർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ടാനൊക്കെ അടിക്കും. ഇത് ടാനേ അടിക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ അത്ര പറയാൻ മാത്രം. ശരി, നമ്മൾ അടുത്ത റൂട്ട് പിടിച്ച് നോക്കണ്ടോ? എനിക്ക് പറയൂ. അതവിടെ പിടിച്ചു വലിച്ചത് നിന്റെ പേര്. മൈ ഗോഡ്, എന്നെ കാണാതായ നീ എന്ത് ചെയ്യും? ഞാൻ കരയും. നീ എൻ്റെ വീട്ടിൽ ഞാൻ ഇവിടുന്ന് ഓടും. അയ്യോ എൻ്റെ ഫ്രണ്ട് പോയി, ഞാൻ പോണതിന് മുമ്പ് രക്ഷപ്പെടും. അങ്ങനെയല്ല, ആള് എന്ത് പറയും? ഒരു മിനിറ്റ്, ഇതൊന്ന് ക്രോസ് ചെയ്യട്ടെ. ഓ, റിവർ ക്രോസിംഗ് ഒക്കെ ഉണ്ട് ഗൈസ്. അതായത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ സലീം കുമാറിനെ ഇരുന്ന മതി സ്റ്റക്കായ പോലെ ഞാൻ അവിടെ നിർത്തായിരിക്കും. പിന്നെ ഞാൻ ആള് രക്ഷപ്പെട്ടിട്ട് അല്ല, എൻ്റെ ഡെഡ് ബോഡി കിട്ടുന്ന സമയത്ത് ആ കിട്ടി എന്ന് പറയും. ഇല്ല കേട്ടോ ഗൈസ്, അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ ബോധം കെട്ട് വീഴും. പിന്നെ എനിക്ക് ഒന്നും നടക്കണമെന്നൊന്നും അറിയില്ല. അതന്നെ പറഞ്ഞത്, ഒരു സ്റ്റക്ക്. പിന്നെ കഴിഞ്ഞതിന് ശേഷം അതെന്തോ എനിക്ക് അങ്ങനെയാണ്. എനിക്ക് പെട്ടെന്ന് ഒരു 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 സഡനായിട്ടൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഞാൻ സ്റ്റക്കാവും. അത് കഴിഞ്ഞിട്ട് എന്നെ ആ ടൈമിൽ എൻ്റെ കിളി പോവും. പോയ കിളി തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ ഒരാൾ തലയ്ക്ക് തട്ടണം. അതിന് അച്ചു വീട്ടിലുണ്ട്. അച്ഛൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുച്ചിരി മലയിൽ ഷൂട്ടിങ് നടക്കണ്ട. അവൻ അവിടെ വരുമോ? അവൻ ദേശത്തിലാണ്, അമ്മമ്മയ്ക്ക് ചോറ് കൊടുക്കുന്നത്. നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു 3 പേര് നമ്മൾ കണ്ടപ്പോൾ എവിടേക്കാണെന്ന് ചോദിച്ചു. അവർ വഴി കാണിച്ചില്ലെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചു. വഴി കാണാം. അപ്പോൾ ഇവിടെ അമ്പലമുണ്ട്. അതായത് വന്ന റൂട്ട് ഞാൻ അപ്പോഴും ചോദിച്ചു അമ്പലത്തിൽ പോകണമെന്ന്. നീയാണ് ഒരു അമ്പല ദർശനം നടത്തിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അമ്മേ ഈ വഴി കണ്ടെത്തായിരുന്നു. കള്ളുണ്ടാക്കണോ വാറ്റാണോ? നമ്മൾ ആ ചേട്ടന്മാരോട് സംസാരിച്ചു. അപ്പോൾ ഈ സമയത്ത് അങ്ങോട്ട് പോകണ്ട, കുറച്ച് റിസ്ക്കാണ്. അവിടെ ഒരുപാട് കഞ്ചാവൊക്കെ അടിച്ച് പിള്ളേരുണ്ടാവും. വെറുതെ വഴി ശരിയാണ്. അതെ, വഴി കറക്റ്റായിരുന്നു. പിന്നെ ഇപ്പോൾ തനിച്ച് അങ്ങോട്ട് പോകണ്ട, കാരണം അവിടെ അങ്ങനെ കുറച്ച് പ്രശ്നമുള്ള ഏരിയ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ 2 പേരല്ലേ ഉള്ളൂ തനിച്ച്. ഞാൻ പറഞ്ഞില്ല നമ്മളിത് വേറെ മാരകായുധങ്ങളൊന്നും ഇല്ല. അറ്റാക്ക് ചെയ്യാൻ, തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ നീ അങ്ങ് മലത്തി അടിച്ചാൽ. ഞാൻ അവരോട് നന്നായി സംസാരിച്ചില്ലേ, കണ്ടില്ലേ? അത്ര കൂളായി സംസാരിച്ചു. നമ്മളങ്ങനെ നമ്മൾ ഒരുപാട് റിസ്ക് ഉള്ള ഫാക്ടേഴ്സിൽ അവർ പറഞ്ഞു. അവരിരുന്ന വഴി കൂടെ വേറെ മുകളിൽ കയറി പോവാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പോയില്ല. നമ്മൾ വിശക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് വിശക്കുന്നുണ്ട്. പേടിച്ചിട്ട് അയ്യേ. അപ്പോൾ ഞങ്ങൾ പേടിച്ചാലല്ല വിശപ്പ് വരിക, വിഷമം വന്നാൽ വിശപ്പ് വരും. എനിക്ക് ദേഷ്യം വന്നാൽ വിശക്കും. ഞാൻ ആദ്യം ദേഷ്യം വന്നാൽ ഒന്നും കഴിക്കില്ലായിരുന്നു. പിന്നെ നീ എന്നോട് പറഞ്ഞില്ലേ ദേഷ്യം വന്നാൽ നന്നായി കഴിക്കണം, ആർക്കും ഫുഡ് കിട്ടാത്ത പോലെ കഴിക്കണം. ഒരു അഡ്വൈസെങ്കിലും നിനക്ക് നല്ല സക്സസ് ആയില്ലേ? അല്ല, അതിന് ശേഷമാണ് ദേഷ്യം വീട്ടിലെ ചോറ് കുറഞ്ഞത്. ഞാൻ തടി എപ്പോഴും ദേഷ്യം. വണ്ടി സേഫാണ്, വണ്ടി സേഫാണ്, 2 ടയറും സേഫാണ്. പിന്നെന്താണ്, എല്ലാം ഉണ്ടല്ലോ ലസു. ഹെൽമെറ്റ് ടെക്കിയിട്ടുള്ളല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ സേഫായിട്ട്
പ്ലാൻ ഫ്ലോപ്പായിട്ട് നമ്മൾ തിരിച്ച് വന്ന വഴി തന്നെ പട്ടി ചന്തയ്ക്ക് പോയി തിരിച്ചു വന്നിരിക്കുന്നു. വെറും പട്ടി ഷോ അങ്ങനെയൊന്നുമല്ല. അത്രേ ഉള്ളൂ guys. ഉദ്ദേശിച്ചത് ഒന്നും നടന്നില്ല. ഇനി ഒരു അടുത്തൊരു ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യാം. അടുത്ത ട്രിപ്പ് നമ്മൾ മഞ്ജു ചേച്ചി ഇട്ട് വരുന്നതാണ്. യെസ്. ഇവിടെ ഏതോ മൂവി ഷൂട്ടിംഗ് നടക്കുകയാണ് ഗൈസ്. കറക്റ്റ് ടൈം അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ തിരിച്ചു വരുന്ന സമയത്താണ് എടുക്കുന്നതെന്ന് മാത്രം വിചാരിച്ച പോലെ നമുക്കത് പിള്ളേരൊക്കെ പോലീസിന്റെ ഒരു വാനൊക്കെ കണ്ടില്ലേ ഗൈസ്? അറിയില്ല. നമുക്കൊരിക്കലും നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഇത്ര മനോഹരമാണെന്ന് തോന്നില്ല. ആ ഒരു പ്ലേസിലോട്ട് നമ്മൾ ഇറങ്ങി പോകുക തന്നെ വേണം. അപ്പോൾ എവിടെയാണെങ്കിലും സാഫ്രോൺ എന്തെങ്കിലും ഓർഡർ ചെയ്യണം. അതാണ് ഞാൻ ചോദിച്ചത്. രാത്രിക്ക് ഓർഡർ ചെയ്യുന്നു. രാത്രി കഴിക്കാം. ഓക്കെ. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാട് നശിപ്പിക്കാനായിട്ട് ഇവിടുത്തെ നാട്ടിലത്തെ ആൾക്കാർ നാട്ടിലെന്ന് അറിയില്ല, ഈ ദൂരത്തുനിന്ന് വന്നിട്ട് വേസ്റ്റ് കളയാൻ വേണ്ടി ഇട്ടിരിക്കണമെന്ന് അറിയില്ല. ഏറ്റവും വൃത്തിയുള്ള ടൈപ്പ് എൻട്രൻസ് ഇവിടെ പ്രകൃതിദത്തമായ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, അതുപോലും നശിപ്പിച്ചിരിക്കുകയാണ്.